മലയാളത്തിലെ യുവനടിമാരിൽ മുൻനിരക്കാരിയാണ് നിഖില വിമൽ. ഓൺ സ്ക്രീനിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലും തന്റെ നിലപാടുകളിലൂടെയും നിഖില കയ്യടി നേടാറുണ്ട്. അഭിപ്രായങ്ങൾ മറയില്ലാതെ തുറന്നു പറയുന്നതാണ് നിഖിലയുടെ ശീലം. തുറന്നു പറച്ചിലുകൾ മൂലമുണ്ടാകുന്ന വിവാദങ്ങളെ നിഖില നേരിടുന്ന രീതിയും പലപ്പോഴും പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടിയാണ് നിഖില വിമൽ. കോമഡി കൈകാര്യം ചെയ്യുന്നതിൽ മികവ് തെളിയിച്ചിട്ടുള്ള ചുരുക്കം നായിക നടിമാരിൽ ഒരാൾ കൂടിയാണ് നിഖില. ഇപ്പോഴിതാ തന്റെ കരിയറിന്റെ തുടക്കകാലത്തെക്കുറിച്ച് നിഖില പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. SS മ്യൂസിക്കിന് നൽകിയ അഭിമുഖത്തിലാണ് തുടക്കകാലത്ത് താൻ പരാജയങ്ങൾ നേരിട്ടതിനെക്കുറിച്ചെല്ലാം നിഖില സംസാരിക്കുന്നത്. തുടക്കത്തിൽ പരാജയങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ സിനിമ ചെയ്യുന്നില്ലെന്ന് കരുതിയിരുന്നതാണെന്നാണ് നിഖില പറയുന്നത്. ആ സമയത്ത് തന്റെ സിനിമകൾ തിരഞ്ഞെടുത്തിരുന്നത് അച്ഛനും അമ്മയും സഹോദരനുമൊക്കെ ആയിരുന്നുവെന്നും നിഖില പറയുന്നുണ്ട്. തന്റെ കുടുംബത്തെക്കുറിച്ചും നിഖില സംസാരിക്കുന്നുണ്ട്. അമ്മ ഡാൻസ് ടീച്ചറും അച്ഛൻ എഴുത്തുകാരനുമാണ്. അതുകൊണ്ട് സിനിമയിലേക്ക് വരുന്നതിന് കുടുംബത്തിൽ നിന്നും വലിയ എതിർപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നാണ് നിഖില പറയുന്നത്. മറ്റൊരു കലയായിട്ട് മാത്രമാണ് അച്ഛനും അമ്മയും സിനിമയെ കണ്ടിരുന്നതെന്നും താരം പറയുന്നത്. ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിഖിലയ്ക്ക് 13 വയസ്സായിരുന്നു. ജയറാം നായകനായ ഭാഗ്യദേവതയിൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വേഷമായിരുന്നു നിഖിലയുടേത്. ബാലതാരമായി കരിയർ ആരംഭിച്ച നിഖില നായികയാവുന്നത് ലവ് 24x7 എന്ന സിനിമയിലൂടെയായിരുന്നു. തുടക്കത്തിലുള്ള എൻ്റെ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേച്ചിയോ കസിൻസോ ഒക്കെയാണ്. അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് ഓർത്ത് ആദ്യമൊക്കെ കുറ്റബോധം തോന്നിയിരുന്നുവെങ്കിലും പിന്നീട് സിനിമകൾ തിരഞ്ഞെടുക്കാൻ ഞാൻ പഠിച്ചത് ആ തെറ്റുകളിൽ നിന്നാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുറ്റബോധം പോയി എന്നാണ് നിഖില പറയുന്നത്. ഇപ്പോഴും തനിക്ക് മാനേജർ ഇല്ല. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതും പേയ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണെന്നും നിഖില പറയുന്നു. സിനിമയിലൊന്നും എനിക്ക് എളുപ്പത്തിൽ കിട്ടിയതല്ല. കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ സിനിമയും ചെയ്തത്. അതിൽ അഭിമാനമുണ്ടെന്നും നിഖില പറയുന്നുണ്ട്. ഇതിനോടകം തന്നെ സ്വന്തമായൊരിടം കണ്ടെത്താൻ സാധിച്ചൊരു നടി എന്നതിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന നിഖിലയ്ക്ക് അഭിമാനിക്കാം. ഒരിക്കൽ തനിക്ക് മമ്മൂട്ടി നൽകിയ ഉപദേശത്തെക്കുറിച്ചും നിഖില സംസാരിക്കുന്നുണ്ട്. ഒരു സിനിമ ഹിറ്റായതിനു ശേഷം ഒരിക്കൽ മമ്മൂക്കയെ കണ്ടിരുന്നു. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ബ്രേക്കിലാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. എന്തുണ്ടായിട്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുചോദ്യം. എന്ത് നേടി എന്ന് കരുതിയാണ് നീ ബ്രേക്ക് എടുക്കുന്നത്? ഇപ്പോൾ നീ ബ്രേക്ക് എടുത്താൽ പിന്നെ എന്നും ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നതാവും നല്ലത്, അദ്ദേഹം പറഞ്ഞു. അതും എനിക്ക് വലിയ തിരിച്ചറിവായിരുന്നു എന്നാണ് നിഖില പറയുന്നത്. നുണക്കുഴിയാണ് നിഖിലയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ഒരു ജാതി ജാതകമാണ് പുതിയ സിനിമ.